ആദ്യത്തെ അത് തന്നെ കേസ് പിൻവലിക്കണം. ഞാൻ പറഞ്ഞു അത് വേണ്ട, നടക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു. അവരുടെ സംസാരത്തിൽ നിന്ന് ഇവൻ കൊടുത്ത MACT കേസ് ഞാൻ തോറ്റു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. തോറ്റു എന്ന് പറഞ്ഞാൽ ബാലു ഡ്രൈവ് ചെയ്തു, അതിന് കോമ്പൻസേഷൻ ഞാൻ കൊടുക്കണം. ഇൻഷുറൻസ് കമ്പനിയല്ല, ഞാൻ കൊടുക്കണം. 1,30,00,000 രൂപയാണ് അതിനകത്ത് പറഞ്ഞത്. അത് റൗണ്ട് ചെയ്ത് 1 കോടി കൊടുത്താൽ മതി. അത്ര ഒരു കൺസെഷൻ ചെയ്തത്. ഇല്ല, മരണശേഷം ഉണ്ടായി. കാരണം ഇവനെ ATM കവർച്ചയിൽ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ അന്വേഷിച്ചു ഇവനെ ആരാണോ എന്താണ്. അപ്പോൾ ഈ ATM കവർച്ചയിൽ ഇവൻ കൂട്ടുനിന്നു, കവർന്നു. അതിനുശേഷം ഒരു വീട് കുത്തിപ്പൊളിച്ച് അതിനകത്ത് എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി എന്നറിഞ്ഞു. ഇതൊക്കെ തന്നെ ആൾ ക്രിമിനലാണെന്ന് അവിടെയുള്ള പലരും പറഞ്ഞു. ഈ അർജുനൻ പലതരത്തിലും. അപ്പോൾ എന്തൊക്കെയാണ് അവൻ ചെയ്തിട്ടുള്ളതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വേറെ വിവരം, നമ്മളെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഒന്നും അല്ലല്ലോ, അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവറും ഇല്ല. നമ്മൾ ഈ അന്വേഷിച്ച് അറിയണ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഒതൻറ്റിക് അല്ലല്ലോ ഒന്നും. അതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിലില്ല. എത്തുന്നതെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ പൂന്തോട്ടം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആയുർവേദ ആശുപത്രി ചെർപ്പളശ്ശേരിയിലുണ്ട്. അവിടുത്തെ ഡോക്ടർ രവീന്ദ്രൻ്റെ അനന്തരവനാണ് ഈ അർജുനൻ എന്ന് പറയുന്നത്. അനന്തരവൻ എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ മകൻ. അപ്പോൾ ഇവൻ അവിടെ ചികിത്സയ്ക്കൊക്കെ പോയി അവരോട്ടൊക്കെ കമ്പനിയായി. അങ്ങനെയാണ് ഇവൻ ബാലുവിൻ്റെ അടുത്ത് എത്തിയതെന്നാണ് പറയണത്. അത് കഴിഞ്ഞ് വിഷ്ണു എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റുകാരനുണ്ടല്ലോ, ഈ അവിടുത്തെ അവരുടെ എംപ്ലോയി ആയിരുന്നു കുറേ കാലം. അങ്ങനെയൊക്കെ ഇപ്പോൾ ഏതായാലും അറസ്റ്റിലാണെന്ന് പറയണം. അത് ഈ പറഞ്ഞു കേട്ട അറിവല്ലേ ഉള്ളൂ നമുക്ക്. ഇപ്പം നിങ്ങളുടെ മീഡിയ വഴിയുള്ള റിപ്പോർട്ട് മാത്രമേ നമുക്ക് അറിഞ്ഞുകൂടൂ. അല്ലാതെ അതിന് തെളിവൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ അറസ്റ്റിലാണോ ഇല്ല എന്നൊന്നും. ചെയ്യണം, അത് വക്കീലൊക്കെ ആലോചിച്ച് ചെയ്യും. അവർ അവർ അന്വേഷിക്കില്ല എന്നുള്ളത് വേറെ കാര്യം. അതിനുള്ള കടലാസ് കൊടുക്കും. ഇല്ല, നമുക്ക് കിട്ടിയില്ല, മുഴുവൻ കിട്ടിയിട്ടില്ല, കുറച്ച് ഒരു പാർട്ടേ കിട്ടിയിട്ടുള്ളൂ എന്ന് വക്കീൽ പറഞ്ഞു. അത് തന്നെ, പഴയതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ആർക്കും താല്പര്യമില്ല എന്നതിലൊന്നും. ഇല്ല, പരിഗണിച്ചുകൊണ്ടിരിക്കണം. അതൊന്നും പറഞ്ഞ് റിപ്പോർട്ട് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കോടതി. ഇല്ല എന്ന് പറയണോ? ഇപ്പം നമുക്കെന്ത് പറയാൻ പറ്റും? പക്ഷെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്, നമ്മൾ വിശ്വസിക്കുന്നു. മനസ്സ് പറയണം ഉണ്ടെന്ന്. മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് ബാലുവിനെ അവരിങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം എന്താണെന്നാണ് ഇതുവരെയുള്ള ഒരു ഇതിൽ? കാരണം അവർക്ക് ഒരാളെ മറ്റേ പൈസ വേണം. ഇവൻ്റെ കാശ് ഉണ്ടായിരുന്നു. ആ കാശൊക്കെ ഓരോരുത്തർ മറ്റേ വിഷ്ണു തന്നെ CBIക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കണം. 50 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് ബാലുവിൻ്റെ അടുത്ത് നിന്ന്. അത് 50 ആണോ എത്രയാണോ. അതേപോലെ തന്നെ മറ്റേ പൂന്തോട്ടത്തിലുള്ള അവരും ഒരുപാട് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കടമായിട്ടായിരിക്കും, അല്ല അതിന് ഇല്ല. അവർ പറഞ്ഞത് ലക്ഷ്മിക്ക് കൊടുക്കുമെന്നാണ്, അവൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തോളാം എന്നാണ് വിഷ്ണു ഒക്കെ പറഞ്ഞേക്കണേ. നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നമ്മൾ ചോദിച്ചിട്ടുമില്ല ആരോടും. ഇല്ല, ലക്ഷ്മിയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അവൾ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അവർ നമ്മളോട് സംസാരിക്കുമോ, നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവർ ഫോൺ എടുക്കുമോ, ഒന്നും ചെയ്യില്ല. എന്താണ് കാര്യമെന്ന് അറിഞ്ഞൂടാ. ഇപ്പം നമ്മൾ വിളിക്കാറില്ല അവരെ. അവർക്ക് താല്പര്യമില്ല നമ്മളോട് സംസാരിക്കാനൊന്നും. ഒരിക്കൽ ഞാൻ പോയിരുന്നു അവരുടെ വീട്ടിൽ, അവരുടെ അമ്മ അല്ല, വിശ്വാസത്തിൻ്റെ കാര്യമില്ലല്ലോ ഇതിനകത്ത്. വിശ്വസിച്ചല്ലേ നമ്മൾ വേണമെന്നൊക്കെ പറയണേ. പക്ഷേ അവർ ഒന്നും കൊടുത്തിട്ട് പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത്.